ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു ഈവനിങ് ഡ്യൂട്ടിയുടെ റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഡ്യൂട്ടി തുടങ്ങുകയാണെങ്കിൽ സാധാരണ രീതിയിൽ 1:15 1:30 ആകുമ്പോഴത്തേനാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. ഡ്യൂട്ടിയുടെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ഹാൻഡിങ് ഓവറാണ് തരുന്നത്. ഹാൻഡിങ് ഓവർ ഒരു 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ 15 മിനിറ്റ്, ഇപ്പോൾ 1:30 തൊട്ട് ഒരു 1:45 വരെ ഹാൻഡിങ് ഓവർ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മോർണിംഗിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫ് പോകും കേട്ടോ. അവർക്ക് ഫയർ ആവൻ്റ് ആവും. പിന്നെ നമ്മൾ 2 മണി വരെ തന്നെ ഉണ്ടാവുള്ളൂ. അത് സാധാരണ രീതിയിൽ പിന്നെ ആരെങ്കിലും ക്രാങ്കും മെൽഡും ചെയ്യുമോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ 4 മണിയാകുമ്പോഴായിരിക്കും നമുക്കൊരു വേറൊരാൾ അയൺ സ്പ്രിങ്ങും ചെയ്ത് വരുന്നുണ്ടെങ്കിൽ വരുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ 2 മണിക്കാണ് പിന്നെ സെക്കൻഡ് ക്രാഫ്റ്റ് വരുന്നത്. അപ്പോൾ അവരാ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കൊരു 15 മിനിറ്റ് ഉണ്ട് സാധാരണ. കാരണം നമുക്ക് കോഫി ബ്രേക്കിൻ്റെ ടൈം ഒരു 2:20 തൊട്ട് ആണ് തുടങ്ങുന്നത്, 2:30 തൊട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു 15 മിനിറ്റ് അപ്പം ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ അപ്പോഴത്തേനും മെഡിസിൻ വെക്കും. മെഡിസിൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ തലവേദന അങ്ങോട്ട് മാറിപ്പോകും. കാരണം നമ്മൾ ഇൻ കേസ് മെഡിസിൻ വെക്കാതിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി അതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോയി എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻ വയ്ക്കാനും ആ സപ്പറിൻ്റെ സമയം വരുത്തുന്നത് നമ്മളത് ഷാഫൻ ചെയ്യില്ല. അപ്പം മെഡിസിനും വെച്ച് പിന്നെ നമ്മൾ ഡ്രോപ്സും എടുത്ത് വയ്ക്കും കേട്ടോ, പേഷ്യൻസിന് കിട്ടുന്നവരുടെ. പിന്നെ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ മെഡിക്കാമെൻ്റ് എല്ലാം ഫെർബ്ലിസ്റ്ററും കേട്ടാണ് വരുന്നത്. പിന്നെ അതായത് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ ലോങ് സൈറ്റ് കെയറിന് വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസിന് ഒക്കെ ഫെർബ്ലിസ്റ്ററും ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതെല്ലാം ഓരോ ആഴ്ചയിലും നമ്മുടെ പിന്നെ എന്താ പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ലീഫണ്ട് ചെയ്യും കേട്ടോ. അല്ലാത്ത ഇപ്പം നമ്മൾക്ക് കുർസൈറ്റ് ഫ്ലീഗയിൽ പേഷ്യൻസ് വരുവാന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ അവർക്ക് എല്ലാ ആഴ്ചയിലും ഉള്ള മെഡിസിൻസ് വെക്കണം. അത് പ്രത്യേക ഒരു ഡിസ്പെൻസറിൻ്റെ അകത്താണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രോപ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച്, പിന്നെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ബെറ്റോയിബൂങ്സ് മെറ്റലുണ്ട്, ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ എടുത്ത് വെക്കില്ല കേട്ടോ. നമ്മൾ അത്താഴത്തിൻ്റെ ഒരു സമയമൊക്കെ ആകുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേനും വേണ്ടി മാത്രമാണ് എടുക്കുകയുള്ളൂ. അതിന് മുന്നേ എടുത്ത് വയ്ക്കാറില്ല. അതൊക്കെ കഴിഞ്ഞ് മെഡിസിൻ എല്ലാം വെച്ച് കഴിയുമ്പോൾ 2:30 ആകുമ്പോഴത്തേനും 2:15 ആകുമ്പോഴത്തേനും നമ്മൾ പേഷ്യൻസിനെ ബെഡിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വിടും. അതായത് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബെഡിൽ കിടക്കുന്നവരുണ്ടാവും, സോഫ സെറ്റിൽ കിടക്കുന്നവരുണ്ടാവും, അങ്ങനെ വിവിധ പേഷ്യൻസ് ഉണ്ടാകും. അപ്പം നമ്മൾ അവരെ ബെഡിൽ നിന്ന് ഇറക്കി അവരുടെ വീൽ ചെയറിൽ കയറ്റി ഇരുത്തി, എന്നിട്ട് നമ്മൾ അവരെ പുറത്ത് കൊണ്ടുപോകും. കോഫിക്ക് വേണ്ടി നമ്മുടെ കോഫി ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കോഫി എല്ലാം കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് കോഫി അവർക്ക് എടുത്ത് കൊടുക്കുകയും ടിഫിൻ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതെല്ലാം എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ പാത്രങ്ങളെല്ലാം കൂട്ടി പെറുക്കി എടുത്ത് നമ്മൾ സ്പ്യൂൽ മെഷീനിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഒരു പേഷ്യൻറ്റ് പുതിയതായിട്ട് വന്ന ആൾക്ക് ഒരാഴ്ചത്തെ മെഡിസിൻ വയ്ക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മെഡിസിൻ വയ്ക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം, ഏത് മെഡിസിൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയും പെറുക്കിയൊക്കെ വേണം കേട്ടോ ഇടാൻ, ഇല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ പേഷ്യൻസ് പിന്നെ എന്താ പറയുന്നത് മരുന്ന് മാറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് ഓടേണ്ടി വരും. ഡോക്ടറിനെ വിളിക്കണം, കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മെഡിസിൻ വയ്ക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കേട്ടോ വയ്ക്കാൻ. പിന്നെ വന്നിട്ട് ഇങ്ങനെ മെഡിസിൻ തീർന്നു കഴിയുമ്പോൾ നമ്മളത് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് റിസപ്റ്റ് ഓർഡർ ചെയ്തിട്ട് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യും. അപ്പം നമുക്ക് മെഡിസിൻ അവർ ഹൈമിൽ കൊണ്ടു തരികയാണ്. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസ് കാപ്പിയെല്ലാം കുടിച്ച് അവരുടെ റൂമിലൊക്കെ പോയി കഴിഞ്ഞ്
പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരെ പിന്നെയും കൂട്ടിക്കൊണ്ട് വരും. അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈവനിങ് ബ്രെഡിൻ്റെ ഒരു വാഗനുണ്ട്. അതിൻ്റെ അകത്ത് ഫുഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പേഷ്യൻസിന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളും കൊടുത്ത് മെഡിസിനും കൊടുത്ത് ഇഞ്ചക്ഷനെല്ലാം കൊടുത്ത് ഇൻസുലിനൊക്കെ കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് നൈറ്റ് ടാബ്ലറ്റും കൊടുത്ത് നമ്മുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് ചെയ്ത് ആണ് നമ്മൾ 8:15 നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് 8:30 8:45 പിന്നെ നമ്മുടെ എല്ലാ വാർഡിലുള്ളവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഈ ബർഗാവ് കൊടുക്കുന്നത്. അപ്പം നമ്മൾക്കങ്ങനെ 8:45 ഫയർ ആകും, വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. വേറൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.